ഹലോ ഡിയേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു 1/2 kg വെയിറ്റ് വരുന്ന ഒരു വാൻജോ കേക്കിൻ്റെ വീഡിയോയുമായിട്ടാണ്. അപ്പോൾ ഇതെനിക്ക് രാവിലെ വന്നിട്ടുള്ള ഓർഡറാണ്. വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ കൊടുക്കാൻ വേണ്ടി ഇവിടെ ബേക്കറിയിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള ഓർഡറാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ബേക്കറിയിൽ കേക്ക് ഡെലിവറി ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസമൊന്നും ഓർഡർ ഉണ്ടാവില്ല. അവർ ഓർഡർ വരുമ്പോൾ എന്നോട് പറയുമ്പോൾ ഞാൻ ചെയ്തു കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ബേക്കറിയിൽ കൊടുക്കുമ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന റേറ്റിനേക്കാളും ഒരു 1 kgയുടെ ഒക്കെ കേക്കാണെങ്കിൽ ഒരു 100 രൂപയൊക്കെ നമ്മൾ കുറച്ചിട്ടാണ് കൊടുക്കുന്നത്. എന്നാലും മാത്രമല്ലേ ബേക്കറിയിൽ അവർക്കും എന്തെങ്കിലുമൊക്കെ ഇതിൽ നിന്ന് കിട്ടൂ. അപ്പോൾ നമ്മൾ 1/2 kgയുടെ ഒക്കെ ആണെങ്കിൽ 50 രൂപ കുറച്ചിട്ടാണ് കൊടുക്കുന്നത്. എല്ലാവരും ഇങ്ങനെയാണോയെന്നറിയില്ല, ഞാൻ ഈ ഒരു രീതിയിലാണ് കൊടുക്കുന്നത്. പിന്നെ അവർ പ്രത്യേകിച്ച് കേക്കിന് ഡിസൈനിങ് ഒന്നും തരാറില്ല. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ചെയ്തു കൊടുക്കുന്നതാണ്. നമ്മൾ ചെയ്യുന്നത് അധികം ഗനാഷ് ഒഴിച്ചിട്ട് എന്തെങ്കിലും ഒരു ചോക്ലേറ്റിൻ്റെ ഡിസൈൻ മുകളിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ഈ കേക്ക് ഒരു ചെറിയ കുട്ടിയുടെ ബർത്ത്ഡേൻ്റെ കേക്കാണ്. അപ്പോൾ ഇതിനും ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒരു ഡിസൈൻ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതിന് എക്സ്ട്രാ റേറ്റ് ഒന്നും മേടിച്ചിട്ടില്ല. അപ്പോൾ ഞാനിതാ 2 മുട്ട കൊണ്ട് വെച്ചിട്ടുള്ള സ്പഞ്ചാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ 1/2 kg മൈദ എടുത്തിട്ട് നമ്മൾ ചെയ്യുന്ന ആ രീതിയിലാണ് സ്പോഞ്ച് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ കുറച്ച് ബാറ്റർ മാറ്റി വെച്ച് അതിൽ ചോക്ലേറ്റ് സ്പഞ്ചും കൂടി ഉണ്ടാക്കിയെടുത്തതാണ്. ഒരു 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടി അതിനകത്തേക്ക് ചേർത്തിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്പഞ്ച് കിട്ടും. അങ്ങനെയാണ് ഞാൻ ഓർഡർ വന്നാൽ ചെയ്ത് കൊടുക്കാറുള്ളത്. അപ്പോൾ ഞാനിതാ സെക്കൻഡ് ലെയർ വെച്ച് കൊടുത്ത് അതിൽ ചോക്ലേറ്റ് ഗനാഷൊക്കെ ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചോക്കോ ചിപ്സൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഒന്ന് ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ ഒന്ന് നല്ലതുപോലെ കൂളാകാൻ വേണ്ടി വെക്കുന്നുണ്ട്. അപ്പോൾ വൈകുന്നേരം കൊടുക്കേണ്ടതായതുകൊണ്ട് ആ സമയമാകുമ്പോഴത്തേനും നമ്മളിപ്പോൾ ചെയ്ത് വെച്ചാൽ കേക്ക് നല്ല സെറ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ഒരുപാട് ദൂരേക്കൊന്നും പോകണ്ട, നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ നമ്മൾ നടന്നിട്ട് കൊണ്ടു കൊടുക്കേണ്ട അത്ര ദൂരം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിതിൽ പ്രത്യേകം വണ്ടിക്ക് കൊണ്ടു കൊടുക്കേണ്ട അങ്ങനെയൊന്നും വരുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഈ കേക്കിന് പ്രത്യേകിച്ച് നഷ്ടമൊന്നും ഉണ്ടാകുന്നില്ല. അങ്ങനെ കേക്ക് ഒന്ന് ഞാൻ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ ചെറിയ എന്തെങ്കിലും ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ഇന്ന് പ്രിൻ്റ് എടുക്കുന്ന കടകളൊന്നും തുറന്നിട്ടുണ്ടാവില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ കുറേ മുന്നേ എടുത്തു വെച്ചിട്ടുള്ള ഒരു മിക്കി മൗസിൻ്റെ ഒരു ചിത്രം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് ഇതിൽ വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതൊരു റെഡ് കളറാണ്. ഞാനതുകൊണ്ട് കേക്കിൻ്റെ താഴെ ഭാഗത്ത് മാത്രം കുറച്ച് റെഡ് കളറാക്കി ഒരു ഡിസൈൻ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ കളർ ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടി ക്രീമിൽ മൊത്തം നമ്മൾ കളർ കൊടുക്കേണ്ട ആവശ്യമില്ല. അതൊരു പാലറ്റ് നൈഫിൽ കുറച്ച് കളർ എടുത്തിട്ട് കേക്കിൻ്റെ നമുക്ക് വേണ്ട ഭാഗത്ത് ആക്കി കൊടുത്താൽ മതി. എന്നിട്ടൊരു സ്ക്രൈപ്പർ വെച്ച് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ എല്ലാ ഭാഗത്തും കളറ് ആക്കിയിട്ട് കിട്ടും. അപ്പോൾ ഞാനിതാ നല്ല നീറ്റായിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ ടോപ്പിൽ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് കൊടുക്കുന്നുണ്ട്. ഇതൊരു 1/4 കപ്പ് ചോക്ലേറ്റും ഒരു 2 ടേബിൾ സ്പൂൺ ക്രീമും കൂടി മെൽറ്റ് ചെയ്തിട്ടാണ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ അപ്പം തന്നെ ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടില്ല. അപ്പം തന്നെ ഗനാഷ് നമ്മൾ കേക്ക് ഫിനിഷ് ചെയ്ത ഉടനെ തന്നെ ഗനാഷ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ കേക്കിൽ ഒഴിച്ചു കൊടുത്താൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് കേക്കിൻ്റെ മുകൾ ഭാഗം നല്ല ഫിനിഷായിട്ട് തന്നെ കിട്ടും.
നമ്മൾ കേക്ക് ഒരുപാട് നേരം ഫ്രീസ് ചെയ്ത് നമ്മൾ ഇതുപോലെ ഗനാഷ് ഒഴിക്കുമ്പോൾ നമുക്ക് അത്ര ക്ലിയർ ആയിട്ട് അതിൻ്റെ മുകൾ ഭാഗമൊന്നും കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഇതുപോലെ ഈ ഒരു രീതിയിൽ ചെയ്താൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ കിട്ടാറുണ്ട്. പിന്നെ ഇതുപോലെ ഡ്രിപ്പ് ആകാത്ത ഭാഗത്ത് സ്പൂൺ വെച്ച് ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. ഞാൻ ചെയ്യുന്ന മിക്ക കേക്കുകളിലും ഇതുപോലെ ഞാൻ ഗനാഷ് ഇതുപോലെ കേക്കിൻ്റെ മുകളിൽ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതായിരുന്നു ടോപ്പ്. ഞാനതൊരു സ്റ്റിക്കിൽ ഒരു ഇൻസുലേഷൻ ടേപ്പ് വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. അതാണ് കേക്കിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒറ്റൊന്ന് മാത്രമേ എൻ്റെ കയ്യിൽ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഞാനതൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ അടുത്ത് കുറച്ച് റെഡ് കളറിലുള്ള ഷുഗർ ബോൾസ് കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതും അവിടെ ഇവിടെ ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കേക്കിന് എക്സ്ട്രാ ഒരു 50 രൂപയൊക്കെ നമുക്ക് മേടിക്കാം. പക്ഷേ ഞാൻ ഒന്നും മേടിച്ചിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ കേക്ക് ഹാഫ് kg കേക്കാണല്ലോ എന്ന് ഓർത്ത് ഞാൻ വാങ്ങിയിട്ടില്ല. അപ്പോൾ ഹാഫ് kg വാഞ്ചോ കേക്കിന് ഞാൻ 450 രൂപയാണ് മേടിക്കുന്നത്. അപ്പോൾ ഞാൻ വേറെ എക്സ്ട്രാ റേറ്റൊന്നും ഇതിന് മേടിച്ചിട്ടുണ്ടായിട്ടില്ല. പിന്നെ ഞാനതാ ഒരു ഫോണ്ടൻറ്റിൽ പേരും കൂടി എഴുതിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കേക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.